മാമീസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നൗ വി ആർ ഇൻ ഫാന്റസി വേൾഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട്ലി റിതം സീരീസിന്റെ 14ാമത്തെ എപ്പിസോഡാണ്. ബാക്കി എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വരാടാ, എന്നാലേ നിങ്ങൾക്ക് കഥ മനസ്സിലാവൂ. പിന്നെ നമ്മൾ 14ാമത്തെ എപ്പിസോഡൊക്കെ റിലീസ് ചെയ്തിട്ട്, ഹാർട്ട്ലി റിതം അപ്ഡേറ്റ് ചെയ്തിട്ട് 1 year ആയിരിക്കുന്നു ഗൈസ്. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി റിലീസ് ചെയ്ത് വെച്ചിരുന്ന 12ാമത്തെയും 13ാമത്തെ എപ്പിസോഡ് ഞാൻ ഒന്നുകൂടി ഒന്ന് റിലീസ് ചെയ്തായിരുന്നു. ഈ 14ാമത്തെ എപ്പിസോഡാണ് ശരിക്കും ഇനി ഞാൻ റിലീസ് ചെയ്യാനുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഹാർട്ട്ലി റിതം കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുറച്ച് വീഡിയോസിന്റെ താഴെ വന്നിട്ട് ഹാർട്ട്ലി റിതം ചേച്ചി ഒന്ന് കംപ്ലീറ്റ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ്. നിങ്ങളാണ് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ ഹാർട്ട്ലി റിതത്തിനെ ഒന്ന് ഉണർത്തിയെടുത്തത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ലവ് എപ്പോഴും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. സോ കീപ് സപ്പോർട്ടിങ്, ഓക്കെ? അപ്പോൾ നമുക്കിന്ന് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് ഈ എപ്പിസോഡിന്റെ തുടക്കവും. ഇത് ഫോണിൽ കാണിച്ചു കൊടുത്തത് റിതം ആ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് കണ്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും ഞെട്ടുവാണ്. അപ്പോ ജെനി വന്നിട്ട്, എന്താ റിതം ഇതൊക്കെ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ജെനി അവള് പറയില്ല. ഇതൊക്കെ അവള് നമ്മളോട് പറയാൻ നമ്മൾ അവളുടെ ആരാ? അല്ല റിതം, ഇതും അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനാ? ഓ മനസ്സിലായി. ഞങ്ങൾ മാത്രമേ നിന്നെ ഫ്രണ്ടായിട്ട് കരുതിയിട്ടുള്ളൂ അല്ലേ? നീ ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലല്ലേ? ഇതൊക്കെ ആദ്യമേ പറയണ്ടേ റിതം? ഞങ്ങൾ നിന്നെ വെറുതെ ഫ്രണ്ടാണെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ഫ്രീഡം ഒക്കെ എടുത്തല്ലേ? സോറി. ഇത് പ്ലീസ്, ഇത് ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഓക്കെ റിതം, നീ പറഞ്ഞോ, ഞങ്ങളെ കേൾക്കാം. ഒരു കോടീശ്വരിയായ നീ എന്തിനാ മറ്റൊരാളുടെ കീഴിൽ, അത് തുച്ഛമായ ശമ്പളത്തിന് അടിമപ്പണി എടുക്കണേ? അത് ഇതു മുഖത്തേക്ക് നോക്കൂ റിതം. ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? അറ്റ്ലീസ്റ്റ് ഞങ്ങളോടെങ്കിലും നിനക്കിതൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഈ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിന്റെ വിട്ട് കളയുമെന്ന് നീ വിചാരിച്ചോ? നിന്നെ അങ്ങനെ ഞങ്ങൾ വിട്ട് കളയുമെന്ന് തോന്നുന്നുണ്ടോ റിതം നിനക്ക്? then why റിതം, why? ഇതും അങ്ങനെയൊന്നും അല്ല. ഞാനിതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. റിതം, വെറുതെ ഓരോ ന്യായങ്ങൾ പറയരുത്. ഞാൻ വെറുതെ ന്യായങ്ങൾ പറയുന്നതല്ല. അല്ലെങ്കിൽ പിന്നെ ഇതെന്തോന്നാ? ഇത്രയും വലിയൊരു രഹസ്യം നീ എന്തിനാ ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ചേ? അതാണ്, ഞങ്ങളൊന്നും നിന്റെ ആരും അല്ലല്ലോ. ഞങ്ങളെ അടുത്ത് നിന്ന് നിനക്ക് എന്തുവാണോ ഒളിപ്പിച്ചു വെക്കാമല്ലോ. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ആരുമായിട്ട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. നീ നിന്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലേ? അപ്പൊ ബാക്കിയുള്ളവരും ഞങ്ങൾ ഒരുപോലെയാണല്ലേ നിനക്ക്? കേട്ടല്ലോ ജെനി, കേട്ടല്ലോ കൈനെ? നമ്മളൊന്നും അവളുടെ ആരുമല്ല. ഏതു ഞാൻ ഓർക്കരുത്. ഞങ്ങൾ നിനക്ക് അന്യരാണല്ലോ. ഇതൊന്നും അറിയാണ്ട് ഞാൻ വെറുതെ. സോറി റിതം, ഐ എം സോ സോറി. എല്ലാം നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളിനി ഒന്നിനും വരില്ല, ഞങ്ങൾ പൊക്കോളാം. ഇതു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഉദ്ദേശിച്ചേ? നീ പറയുന്നതിന്ന് പിന്നെ ഞങ്ങൾ എന്താ മനസ്സിലാക്കാനുള്ളേ? അയ്യോ, ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞങ്ങളെ കേൾക്കാൻ റെഡിയാണെന്ന്. ബട്ട് പറയാത്തത് നീയാ. അതിന്റെ കാരണമൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇത് ഞാൻ പറയുന്നൊന്ന് മതി. ഇത് എനിക്ക് വേണ്ടത് ക്ലാരിഫിക്കേഷൻ ആണ്. അത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. സോ നീ ഇതാദ്യം പറയും. എന്തിനാ ഞങ്ങളോട് നീ കോടീശ്വരിയാണെന്നൊക്കെ കള്ളം പറഞ്ഞ്? വെയിറ്റ്, ഞാൻ ഈ കഴിഞ്ഞ 1 year ആയിട്ട് എപ്പോഴേലും നിങ്ങളോട് എൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്? അപ്പൊ എല്ലാവരും സൈലന്റ് ആവുകയാണ്. കാരണം ഒരിക്കൽ പോലും റിതം തന്റെ ഫാമിലിയെ പറ്റി ഒരു കാര്യം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട്, ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കിങ്ങനെ ഒരു ഫാമിലിയേ ഇല്ല. ഒരു ഫാമിലി ഉണ്ടെങ്കിലല്ലേ അവരെ പറ്റി പറയാൻ പറ്റൂ. നിങ്ങൾ തന്നെയാ ഞാൻ നിങ്ങളെല്ലാവരെയും പോലെ ഒരു കോടീശ്വരിയാണെന്നൊക്കെ വിചാരിച്ചത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പറയാൻ പറ്റിയില്ല. അത് ശരിക്കും എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സത്യമായിട്ട് നിങ്ങളെ എനിക്ക് പറ്റിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അറിയാണ്ട് പറ്റിപ്പോയതാ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹൃദയത്തിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വരുവാണ്. അതങ്ങനെ അവള് വൈപ്പ് ചെയ്ത് കളഞ്ഞ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഓരോ ടൈമും ജെനി എൻ്റെ ഫാമിലിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ചിരി വരും. യു നോ വാട്ട്, ഐ ആം ആൻ ഓർഫൻ. വാട്ട്? എന്താണ് ഇത് നീ പറയണേ? യെസ് ജെനി, ഐ ആം ആൻ ഓർഫൻ. എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. നോ, ഞാനിത് വിശ്വസിക്കില്ല. നീ വെറുതെ കള്ളം പറയാ. ഞാൻ കണ്ടിട്ടുള്ള ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെയല്ല. ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ കള്ളം പറയോ ജെനി? ഇനി ഇതൊന്നും നിങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത്? ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെയല്ലേ ഞാൻ പറയാം. എൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നോ, എൻ്റെ ഒറിജിനൽ എവിടാണെന്നോ, എന്തിനേറെ പറയുന്നു എൻ്റെ പാരൻസ് ആരാണെന്നോ പോലും അറിയാൻ പാടില്ലാത്തൊരു അനാഥ പെണ്ണാ ഞാൻ. റിതം ഈ പറഞ്ഞത് കേട്ടിട്ട് അവിടെ കൂടെ ഇന്ന് എല്ലാവരും വായടച്ചു പോയി നിൽക്കുവാണ്. അപ്പൊ അവള് പറയാൻ തുടങ്ങാണ്, ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഒരു ഓർഫനേജിലാണ്. എനിക്ക് അറിവ് വെച്ച നാള് മുതൽ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതും ജീവിച്ചതും ഒക്കെ ദൈവത്തിന്റെ മണവാട്ടികളുടെ കൂടെയാ.
കുഞ്ഞിലെ തന്നെ എനിക്ക് പാട്ടിനോടും അതുപോലെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടം കണ്ടിട്ടായിരിക്കണം മദേഴ്സ് എനിക്ക് റിതം എന്ന് ഈ പേരിട്ടത്. തരക്കേടില്ലാതെ പഠിച്ചിരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിലെ എനിക്കൊരു സ്പോൺസറിനെ കിട്ടി. ആ വലിയ മനുഷ്യന്റെ നിർബന്ധത്തിൽ ഞാനൊരു വലിയ സ്കൂളിലാണ് പഠിച്ചത്. VIP കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ. യുനോ വാട്ട്, അവിടെ ഞാൻ മാത്രമായിരുന്നു നോൺ VIP. സ്കൂളിൽ പോവാൻ എൻ്റെ കൂടെ ഉള്ള ഒരു വാശി പിടിക്കുമ്പോൾ എനിക്ക് മാത്രം അങ്ങോട്ട് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ എറേസർ കാണാണ്ടായി. ക്ലാസ് ടീച്ചർ ഉടനെ എൻ്റെ ബാഗ് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ എടുത്തിട്ടില്ല എന്ന് കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും ആരും വിശ്വസിച്ചില്ല. ആ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നത് തന്നെ എന്നെ ക്ലാസ്സിന് പുറത്ത് മുട്ടുകുത്തിച്ച് കയ്യിൽ കള്ളി എന്ന ബോർഡും തന്നിരുത്തിയിരുന്നു. അന്ന് മുഴുവൻ ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കുടിക്കാൻ തന്നില്ല. പക്ഷെ ദൈവം എന്നോടൊരു ഔദാര്യം കാണിച്ചു. അതേ ദിവസം വൈകുന്നേരം തന്നെ ഞാൻ കട്ടെടുത്തു എന്ന് പറഞ്ഞ അതേ എറേസർ ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് എൻ്റെ പണിഷ്മെന്റ് അവിടെ വെച്ച് തീർന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ എല്ലാവരുടെ മുമ്പിൽ കള്ളിയ. ഒരു തെറ്റും ചെയ്യാതെ അക്യൂസ്ഡ് ആയിട്ടുണ്ടോ? നല്ല രസമാണ്. അതും ആ ചെറിയ പ്രായത്തില് ഒട്ടും പറ്റൂല. ഭിക്ഷ എടുത്ത് തിന്നാ പോലും മറ്റൊരാളുടെ മുതൽ കട്ടെടുത്ത് സ്വന്തം വയറ് നിറയ്ക്കരുതെന്നാ എന്നെ മദേഴ്സ് പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. എനിക്ക് കള്ളി എന്ന പട്ടമൊക്കെ തന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതു ആരും ചോദിക്കാൻ വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കല്ലേ എല്ലാരും എന്നെ കള്ളിയാക്കി. അവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ ഒട്ടും സഹിക്കാതെ വന്നപ്പോൾ ഞാൻ മദേഴ്സിനോട് കെഞ്ചി ചോദിച്ചതാ എന്നെ വേറെ ഏതെങ്കിലും സ്കൂളിലോട്ടാക്കാൻ. അപ്പോൾ മദേഴ്സ് പറഞ്ഞു, ഇത് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രയും വലിയൊരു അവസരമാണ്, അത് നീ തട്ടിത്തെറിപ്പിച്ച് കളയരുതെന്ന്. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് തിരിച്ച് ആ സ്കൂളിൽ തന്നെ അയച്ചു. സ്കൂളിലെല്ലാരും കൂട്ടുകാരൊത്ത് കളിക്കുമ്പോൾ ഒരു കള്ളിയായ ഈ അനാഥ പെൺകുട്ടിയോട് മിണ്ടാനും കളിക്കാനും ഒക്കെ എല്ലാ കുട്ടികളും ഒന്ന് മടിച്ചു. ഈ ട്രേഡ് മാർക്സ് ഒന്നും നോക്കാതെ ഏതെങ്കിലും കുട്ടികൾ എൻ്റെ അടുത്ത് മിണ്ടുന്നതോ കളിക്കുന്നതോ ടീച്ചേഴ്സോ അവരുടെ പാരന്റ്സോ കണ്ടാൽ പിന്നെ തീർന്നു. എൻ്റെ പേരിൽ അവർക്ക് വെറുതെ പണിഷ്മെന്റ് കിട്ടുന്നത് കാരണം എനിക്ക് ആരോടെങ്കിലും മിണ്ടാൻ തന്നെ പേടിയായി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പല മാറ്റങ്ങളും എൻ്റെ ചുറ്റും വന്നെങ്കിലും എൻ്റെ ലൈഫിന് മാത്രം ഒരു മാറ്റവും വന്നില്ല. ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി ക്ലാസ്സിലായിരുന്നപ്പോൾ എന്നെ അന്വേഷിച്ച് ഒരാൾ വന്നു. എൻ്റെ അങ്കിള്. ആരും ഇല്ലാതിരുന്ന ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരാളെ കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പിറ്റേ ദിവസം തന്നെ അങ്കിൾ ആന്റിയായി വന്ന് എന്നെ അവിടെ നിന്ന് അങ്കിളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്കിള് മുന്നേയും പലതവണ എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയണേ. ആ സമയത്തൊക്കെ മദേഴ്സ് എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞ് അങ്കിളിനെ എന്നെ കാണാൻ അനുവദിക്കാതെ പറഞ്ഞു വിടുമായിരുന്നു എന്ന്. പക്ഷേ ഇതുപോലൊരാൾ എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പോലും എന്നോട് മദേഴ്സ് പറഞ്ഞിരുന്നില്ല. ചിലപ്പോൾ ഞാൻ കൂടുതൽ ആശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാം മറച്ചു വെച്ചത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് പെട്ടെന്ന് പറിച്ചു മാറ്റിയത് ആദ്യം ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം മക്കളില്ലാത്ത അങ്കിളിനും ആന്റിക്കും ഞാൻ സ്വന്തം മകളെ പോലെ ആയിരുന്നു. പക്ഷെ അതിന് ഒരു മാസത്തെ ദൈർഘ്യം പോലും ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എൻ്റെ അങ്കിളിനൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്കിള് നാട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം ആദ്യമായി അങ്കിള് മാറി നിന്നപ്പോഴാണ് ആന്റിയുടെ യഥാർത്ഥ മുഖം ഞാൻ കാണുന്നത്. എന്നെ അടിക്കാൻ തുടങ്ങി. ഒരു കാരണമില്ലാതെ എന്നെ ചീത്ത വിളിക്കും. റെസ്റ്റോറൻറ്റിലെ പണി മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യിക്കും. ചില ദിവസങ്ങളിൽ പട്ടിണിക്കിടും. വെള്ളം പോലും തരില്ല. പഠിക്കാൻ പോലും സമ്മതിക്കില്ല. പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ എന്തിനാ ആന്റിക്ക് എന്നോട് ഇത്ര ദേഷ്യം പോലും എനിക്ക് അറിയില്ലായിരുന്നു. സഹിക്കാൻ പറ്റാണ്ടൊരു ദിവസം നേരിട്ട് ഞാൻ ആന്റിയോട് തന്നെ ചോദിച്ചു. അപ്പോൾ മനസ്സിലായി എൻ്റെ അപ്പനോടും അമ്മയോടുള്ള ദേഷ്യമാണ് എന്നോട് തീർക്കുന്നതെന്ന്. അങ്കിളിനെ ചതിച്ച് എൻ്റെ അപ്പൻ ഓടിപ്പോയെന്നും എന്നെ അപ്പനെ ഉപേക്ഷിച്ച് അമ്മ പണ്ട് തന്നെ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയതാണെന്നെല്ലാം അപ്പോഴും ആന്റി പറഞ്ഞ് ഞാൻ അറിയുന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും അങ്ങനെയുള്ളവരല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു മോശം കുടുംബത്തിൽ ജനിച്ചതാണെന്ന്? അവരെന്നെ അന്ന് മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയതൊന്നും ആയിരിക്കില്ല അല്ലേ ജെനി? എന്തേലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? നമുക്കൊന്നും അറിയാത്ത എന്തെങ്കിലും കാര്യം. അതിനുശേഷം എപ്പോഴും ആന്റി എൻ്റെ അമ്മയെ മോശം പറയും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാം പച്ചയ്ക്ക് പറയും. ഒരു പ്രാവശ്യം ഇതുപോലെ ആന്റി എൻ്റെ അമ്മയെ മോശം പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ റിയാക്ട് ചെയ്തു. അതിന് ആന്റി എന്നെ പൊതിരെ തല്ലി. രാത്രിയായിരുന്നു പോലും നോക്കാതെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്ന് പെയ്ത മഴ മുഴുവനും ഞാൻ കൊണ്ടു. മഴയെല്ലാം കൊണ്ട് പിറ്റേന്ന് പനിച്ചു വരച്ച് കിടന്നിട്ട് പോലും ആന്റി എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അത്രയ്ക്ക് എന്നെ വെറുപ്പ. പക്ഷെ ആന്റി എന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഒരു കാര്യം പോലും ഞാൻ അങ്ങളിനോട് പറഞ്ഞിട്ടില്ല. കാരണം പുള്ളിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടം. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വേദനിപ്പിച്ചിട്ടില്ല ഇതുവരെ. എന്റെ നല്ലതിനാണെന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പൊ എനിക്ക് മോശമായിട്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ടോർച്ചറിങ് എല്ലാം സഹിച്ച് നിൽക്കാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തത്. പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ ആദ്യപടി എന്നോണം ഞാനൊരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്തു. എൻ്റെ എക്സ്പെൻസ് എല്ലാം നോക്കാൻ വേണ്ടി ഒരു പാർട്ട് ടൈം ജോബിനും പോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം ഞാൻ അന്ന് അങ്കിളിനോട് സംസാരിച്ചപ്പോൾ ആദ്യമൊന്നും അങ്കിള് സമ്മതിച്ചില്ല. പഠിക്കാൻ പോകാൻ എളുപ്പമാണെന്നും എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം വിഷമമായെങ്കിലും ഞാൻ പറഞ്ഞു പുള്ളീനെ കൺവിൻസ് ചെയ്യിച്ചു.
പാർട്ട് ടൈം ജോബിന്റെ കാര്യത്തിൽ മാത്രം അങ്കിളിനെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. അങ്കിളിന്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ കാഷ്യറായിട്ട് ഇരിക്കാൻ അങ്കിള് പറഞ്ഞപ്പോൾ എനിക്ക് മറുത്തൊന്നും പറയാനും പറ്റിയില്ല. അതിനുശേഷമെങ്കിലും എൻ്റെ ലൈഫ് മാറുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ ലൈഫിന് മാത്രം ഒരു മാറ്റം ഉണ്ടായില്ല. അങ്കിൾ ഉള്ളപ്പോൾ മാത്രം ആൻറ്റിക്ക് എൻ്റെ അടുത്ത് വലിയ കാര്യമായിരിക്കും. ആ സമയത്ത് ഞാൻ അവിടുത്തെ കാഷ്യറായിട്ടും അല്ലാത്തപ്പോഴേക്കും ഞാൻ ആൻറ്റിയുടെ അടിമപ്പണിക്കാരിയായിട്ട് അവിടെ വർക്ക് ചെയ്യണേ. ഈ ഒരാഴ്ചയായിട്ട് അങ്കിൾ ഇവിടെ നാട്ടിലില്ല. അതാ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് നീ കണ്ടത്. അതാ എൻ്റെ ലൈഫിൻ്റെ റിയാലിറ്റി. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും എൻ്റെ അവസ്ഥ തീരെ മോശമായതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിലൊരു നല്ല കാര്യം നടക്കുന്നത്. ഹയർ സെക്കൻഡറി എക്സാം കഴിഞ്ഞിരുന്നപ്പോൾ മ്യൂസിക്കിലും മെഡിക്കൽ ഫീൽഡിലും ഒരേപോലെ താല്പര്യം ഉണ്ടായിരുന്ന എനിക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനൊരു അവസരം. അതും എല്ലാവരും സ്വപ്നം കാണുന്ന HP കോളേജിൽ. കുഞ്ഞിലെ മുതലേ ഒരു നല്ല വലിയ ഡോക്ടറായിട്ട് ഒരുപാട് നന്നായി പഠിക്കുന്ന കുട്ടികളെ സ്പോൺസർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്കോളർഷിപ്പിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തു. ഒടുവിൽ ആ സ്കോളർഷിപ്പ് എനിക്ക് തന്നെ കിട്ടി. ഇതിനെല്ലാം പുറകില് നല്ല രീതിയിൽ വേറൊരാളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ ആരുമല്ല, ഷിൻ ജോസഫ് സാർ. നോക്കണ്ട ജെനി, നിന്റെ അപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാർ. ആ മനുഷ്യൻ എനിക്ക് ഈ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു അപ്പനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാടി. പിന്നെ കരയിച്ചേക്കല്ലേ. ഇതു നിന്റെ അപ്പനും അമ്മയില്ലേ, നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ട്രഷറാ. നമ്മുടെ അപ്പനും അമ്മയൊക്കെ ജീവനോടെ ഇരിക്കുന്നത് വരെ നമ്മൾ ലക്കിയസ്റ്റ് പേഴ്സൺ ആയിട്ട് ഇരിക്കുള്ളൂ. അല്ലാത്തപ്പോ നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ഒരാളുണ്ടാവില്ല. ഇവിടെ വന്ന ശേഷം എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ കിട്ടാതിരുന്ന എല്ലാം കിട്ടി. ഒരു സോൾമേറ്റിനെ, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ, ഒരു ബ്രദറിനെ, ഒരുപാട് ചേച്ചിമാരെ, ഒരു നല്ല അപ്പനെ, അമ്മയെ, പിന്നെ ഒരു എനിമിയെ. ശരിക്കും ഇതെല്ലാം ഞാൻ നന്നായി എൻജോയ് ചെയ്യുമായിരുന്നു. ഇതുവരെ ആരും ഇല്ലാതിരുന്ന എനിക്ക് എല്ലാവരും കിട്ടിയ പോലെ ആയിരുന്നു. ആ സ്നേഹവും സന്തോഷവും ഒന്നും നഷ്ടപ്പെട്ടു പോകരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്വാർത്ഥത ഉള്ളതുകൊണ്ടാ ഞാനായിട്ടൊന്നും ഇതുവരെ പറയാതിരുന്നത്. ഐ നോ ഞാൻ സെൽഫിഷ് ആയിട്ടാ പെരുമാറിയത്. പക്ഷെ എന്റെ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും കൂടി എന്നെ സഹതാപത്തോടെ നോക്കിയാ അതൊക്കെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഐ സ്വെയർ, നിങ്ങളോട് ഇതൊന്നും പറയാതിരുന്നതിൽ എനിക്ക് നല്ല ഗിൽറ്റ് ഉണ്ട്. ഐ ആം സോ സോറി. ഈ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും നാളും മറച്ചു വെച്ചിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങള് റിതം പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് വരുവാണ്. ആ സമയം ജെനി വന്നിട്ട്, ഇത് നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേടി? ജെനി, ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹതാപത്തിന്റെ ആവശ്യമില്ല. എന്നോട് നിങ്ങൾക്ക് പഴയതുപോലെ മിണ്ടാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ പെരുമാറാൻ പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നോട് മിണ്ടാം. അല്ലെങ്കിൽ പ്ലീസ് ഒരു സഹതാപത്തിന്റെ പേരിൽ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കരുത്. സഹതാപം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കത് വേണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി. ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഋത അവിടെ നിന്ന് അങ്ങനെ പോവാണ്. പക്ഷെ ഇവിടെ 3 പേരുടെയും തലയിൽ ഒരു ഇടി വീണ പോലെ അങ്ങനെ നിക്കാണ് അവിടെ തന്നെ. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അപ്പോ ജെനിക്കിതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ജെനി, നീ കരയാ? താനിങ്ങനെ കരയല്ലടോ. ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിക്കാൻ? ഒരിക്കൽ പോലും അവൾക്ക് നമ്മളോട് ഇതൊന്നും പറയണമെന്ന് തോന്നിയില്ല. ഇതൊന്നും അറിയാതെ ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ അവളെടുത്ത് വിളിച്ചു പറഞ്ഞു. അതൊക്കെ അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലേ. ഞാൻ എന്തിനാ അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയാൻ പോയ? ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൂളാവ്. അവളെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവോ? ഞാനതൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല. നീ ഒന്നും അവളുടെ അടുത്ത് മോശമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. അവൾ അങ്ങനെ വിചാരിക്കോ? അവള് നിന്റെ ഋതല്ലേ, കരയാതെ പ്ലീസ്. അങ്ങനെ പറഞ്ഞ് കബീഷ് ജെനീനെ ഹഗ് ചെയ്യുവാണ്. നന്നായിട്ട് അവള് കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കബീഷ് ഏട്ടൻ അവളെ നന്നായിട്ട് ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ കട്ടിയതാ. ഇപ്പൊ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരമാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവരെല്ലാരും അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുമ്പോ ഋതം മാത്രം ആരും കൂടെയില്ലാതെ തനിയെ നടന്നു പോവാണ്. ആ സമയം ഋതു, നിക്കടി, ഞാനും വരുന്നു. വിളിച്ചത് ജെനിയാണ്. ജെനി അങ്ങനെ ഓടി വന്ന് ഋതത്തിന്റെ തോളിൽ കൈയിട്ടിട്ട്, ഇനി വാ പോവാ എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഋതം അവൾ അങ്ങനെ തന്നെ നോക്കാണ്. രാവിലെ ഒന്നും നടന്നിട്ടില്ല എന്ന പോലുള്ള ജെനിയുടെ ഈ പെരുമാറ്റത്തില് ഷോക്കായിട്ടാണ് ഋതം നടക്കുന്നത്. ജെനി, ഞാൻ ഇത്ര പെട്ടെന്ന് നോർമൽ ആവാൻ മീൻ ചെയ്തിട്ടില്ല. ഞാനെല്ലാം പറഞ്ഞിട്ടും ആക്ച്വലി നീ എല്ലാം പറഞ്ഞ ശേഷം ഞാൻ നല്ലപോലെ ഇതേപ്പറ്റി ആലോചിച്ചു. അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞത് നീ പറഞ്ഞതെല്ലാം അവിടെ തന്നെ കളയാനാണ്. അതുകൊണ്ട് അതെല്ലാം ഞാൻ അവിടെ തന്നെ കളഞ്ഞു. നീ ഇതൊന്നും പറയാത്തതില് എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. പക്ഷേ എനിക്ക് നിന്നോട് മിണ്ടായിട്ടിരിക്കാൻ പറ്റില്ല. അതൊരു ഫാക്റ്റാ. അപ്പോ ഋതം വന്നിട്ട്, എന്നാലും ഇല്ല. സീ ഋതം, എനിക്ക് നിന്റെ പാസ്റ്റ് ഫ്യൂച്ചർ ഒന്നും അറിയണ്ട. നീ ഇപ്പൊ എങ്ങനെയാണ് അത് മാത്രമേ എന്നെ ബാധിക്കുള്ളൂ.
അങ്ങനെ നോക്കിയാ നീ എൻ്റെ ഋതുവാ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ ഞാൻ അത് മാത്രം നോക്കിയ പോരെ. പിന്നെ ആരും ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ, എല്ലാം അവരവരുടെ സാഹചര്യങ്ങള് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ. അങ്ങനെ നോക്കുമ്പോ ശരിക്കും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മേ ബി നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ എനിക്ക് പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നീ സേഫാണ്. ഒരു കാര്യം കൂടി, നാളെ ഞാനൊന്നും വരൂല, വേണേ നീ തനിയെ വന്നാ മതി. ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങനെ നടന്നു പോവാണ്. എന്തൊക്കെ ഞാൻ ഓക്കെ അല്ല, ഋതു നിക്കടി അവിടെ എന്നും പറഞ്ഞ് അങ്ങനെ ചെന്നി ഋതത്തിന്റെ പുറകെ പോവാണ്. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കാണിക്കുന്നത് യദുവിനെയാണ്. ഇവിടെ യദു ആദിയുടെ കൂടെ ബൈക്കിൽ പോവാണ്. വണ്ടിയിൽ പോകുന്ന ടൈം അത്രയും യദുവിന്റെ മൈൻഡ് ഫുൾ ഇന്ന് നടന്ന കാര്യങ്ങളും ഋതം പറഞ്ഞത് എല്ലാമാണ്. ആദ്യം യദു ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് നല്ല വിയേർഡായി നോക്കുന്നുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് ആദി കാണുന്നത്. ഇവിടെ ആദി ഇതിനെപ്പറ്റി ഒന്നും യദുവിനോട് ചോദിക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും നേരെ വീട്ടിലെത്തുവാണ്. ഏതനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആദ്യം ഒരു അക്ഷരം പോലും ചോദിക്കാണ്ട് നേരെ ആദിയുടെ വീട്ടിലേക്ക് പോവാണ്. യദു പതിയെ വീട്ടിലേക്ക് കയറി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അവിടെ മേരിക്കുട്ടി കാര്യമായിട്ട് എന്തോ കുക്ക് ചെയ്തോണ്ട് നിൽക്കാണ്. ഇത് കണ്ടതും യദു അങ്ങനെ ഓടിപ്പോയി മേരിയമ്മയെ ഹഗ് ചെയ്യുവാണ്. അമ്മ പേടിപ്പിച്ചല്ലോടാ കുട്ടി ചേർക്കാ നീ. ഒരു അറ്റാക്ക് വന്നു പോയ പോലെ. എന്നെ കൊല്ലിക്കോ നീ? ഒന്നുകിൽ അപ്പൻ അല്ലെങ്കിൽ മോൻ, രണ്ടും കൂടെ എന്നെ കൊല്ലിക്കും, അത് ഉറപ്പാ. അല്ലേലും ഞാൻ പോയാലേ നിനക്കൊക്കെ എന്റെ വില മനസ്സിലാവുള്ളൂ. അല്ല എന്താണ് ഇന്ന് ഭയങ്കര സ്നേഹമൊക്കെ ആണല്ല, എന്റെ കിഡ്നി വല്ലതും ചോദിക്കോടാ നീ ഇനി? മേരിയമ്മ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ മേരിയമ്മയുടെ ഷോൾഡറിലായിട്ട് ഒരു നനവ് ഫീൽ ചെയ്യുവാണ്. ഇതു എന്താടാ മോനെ, നീ കരയാ? ഇതു അങ്ങനെ മേരിയമ്മ ഏതെന്റെ കൈ പിടിച്ച് അവനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാണ്. നോക്കിയാ ഇത് നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് മേരിയമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാതെ അവന് പെട്ടെന്ന് തന്നെ ഹഗ് ചെയ്യുവാണ്. മോനെ നീ എന്തിനാ ഇങ്ങനെ കരയണേ? എന്റെ കുഞ്ഞിന് ഇത് എന്താ പറ്റിയ? മോനെ കരയല്ലടാ, നീ ഇങ്ങനെ കരഞ്ഞ അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റില്ലടാ. അമ്മ അമ്മ ഇവിടെ തന്നെ ഉണ്ട്, നീ കാര്യം പറയടാ. നീ മനുഷ്യ ഒന്നിങ്ങോട്ട് വന്നേ. ഇത് കരയല്ലടാ മോനെ. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ചക്രയപ്പൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താണ് പെണ്ണുമ്പിള്ളേ, മനുഷ്യനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂലേ? വെറുതെ കിടന്നങ്ങ് വിളിക്ക. ആഹാ കുട്ടിച്ചാത്ത വന്നാ? അല്ല ഇതെന്തു പറ്റി? നമ്മയോട് ഭയങ്കര സ്നേഹമാണല്ല. നമ്മളോടൊന്നും ഇല്ലേ ഈ സ്നേഹമൊന്നും? സക്രിയപ്പൻ ഇത് പറഞ്ഞു തീരുന്നതും ഇത് മേരിയമ്മയുടെ ഹഗ് ബ്രേക്ക് ചെയ്ത് നേരെ സക്രിയപ്പനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയാണ്. എന്താടാ മോനെ, എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയണേ? എടാ നീ ഇങ്ങനെ കരയാതെ കാര്യം എന്താന്ന് പറയടാ. ആരെങ്കിലും നിന്നെ അടിച്ചോടാ? പറ, ഈ അപ്പൻ അവന്റെ പരിപ്പളക്കാം. പറയടാ, ഒറ്റ വാക്ക് പറ. അപ്പാന്നാ നിന്റെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയ? അതോ ഞാൻ സ്വപ്നം കാണുവാണോ? സ്വപ്നമല്ല. ഏതു മോനെ, നീ കാര്യം എന്താന്ന് പറ. അപ്പൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താടി മേരി, എന്താ പ്രശ്നം? അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. എടാ മക്കളെ, നീ കരയാതെ കാര്യം എന്താന്ന് പറ. അപ്പോഴും ഏതു കരയുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് പറയുന്നില്ല. എടി മേരി, നമ്മുടെ ചെറുക്കന് ഇത് എന്ത് പറ്റിയടി? എനിക്കൊന്നും അറിഞ്ഞൂടാ. മേരി, നമുക്ക് ഇവനെ അധികം വൈകാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാടി. വാ പെട്ടെന്ന് റെഡിയാവാ. മനുഷ്യ, നിങ്ങളൊരു ഡോക്ടറല്ലേ? ആണല്ലേ, ടെൻഷനിൽ ഞാനതങ്ങ് മറന്നുപോയി. അല്ല മേരി, നമുക്ക് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ന്യൂറോ സർജനെ കാണിക്കാം. ന്യൂറോ സർജനാ? നിങ്ങളൊന്ന് പോയാ മനുഷ്യ, അത്ര വലിയ പ്രശ്നമൊന്നും എന്റെ കൊച്ചിനില്ല. പിന്നെ എന്തുവാടി പ്രശ്നം? എന്നോട് ചോദിക്കാതെ അവനോട് തന്നെ ചോദിക്കും മനുഷ്യ, എന്താ പ്രശ്നമെന്ന്. അയ്യോ എടാ മക്കളെ, ഞങ്ങളിങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ എന്താ പ്രശ്നം എന്നൊന്ന് വായ തുറന്ന് പറയടാ. നീ എന്ത് കാര്യമാണേലും ഞങ്ങളോടൊന്ന് പറ. നീ പേടിക്കേ വേണ്ട, ഞങ്ങളുണ്ടാവും നിന്റെ കൂടെ. നീ ഇങ്ങനെ കരയാതെ കാര്യം എന്താന്ന് പറയടാ. അതപ്പൻ നീ ആരെങ്കിലും കൊന്നാ? അതൊന്നും സാരമില്ല മക്കളെ, നല്ലൊരു വക്കീലിനെ എനിക്കറിയാം. നേരെ ഇപ്പോൾ വിളിയടി. അയ്യോ അതൊന്നും അല്ലപ്പ. പിന്നെ എന്താടാ, പറയങ്ങോട്ട്. അപ്പ എനിക്ക് ഋതത്തിന് ഇഷ്ടമാണ്, അത്രേ ഉള്ള കാര്യം. ഞാനങ്ങ് പേടിച്ചു പോയി. ഇത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇതിനാണോ നീ കരഞ്ഞ്? മനസ്സിലായി. നീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടുപിടിച്ചതിന്റെ ചമ്മലല്ലേ? കുഴപ്പമില്ലടാ, ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നീട് അതങ്ങ് ശീലമായിക്കോളും. ഇതൊക്കെ സില്ലി ബില്ലി മാറ്റേഴ്സ്, ഇതിനൊന്നും കരയാൻ പാടില്ല. അപ്പ അതല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മക്കള് പറയും, അപ്പ കേട്ടോളാം. അപ്പനൊരു വലിയ കോടീശ്വരി മരുമകളായിട്ട് വരണോ, അതോ നല്ല മനസ്സുള്ള ഒരു പാവം കുട്ടി മരുമകളായിട്ട് വരണോ? മനസ്സിലായില്ല. അപ്പറിത് നമ്മൾ വിചാരിച്ച പോലെ വലിയ കോടീശ്വരി ഒന്നും അല്ല, ഒരു ഓർഫനോ? എന്താടാ നീ പറയണേ? സത്യം അമ്മ, ഞാൻ ഈ പറയണേ. അവളിന്ന് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞ സത്യം. അവക്കാരുമില്ല. അതുകൊണ്ട് നീ ഇപ്പൊ എന്താ തീരുമാനിച്ചേ? എനിക്ക് രജത്തിനെ ഇപ്പോഴും
എപ്പോഴും ഇഷ്ടം. എനിക്ക് അവളെ അങ്ങനെ ഒന്നും വിട്ടളയാൻ പറ്റില്ലപ്പാ. അവളെ അല്ലാതെ അവളുടെ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ കൂടി വയ്യ. അവൾ ഓർഫനാ ശരിയാ, പക്ഷെ അവൾ എൻ്റെ ഋതുവല്ലേ. അവക്ക് പകരം അവള് മാത്രമേ ഉള്ളൂ. അവളെ അല്ലാതെ എനിക്ക് വേറെ ആരെയും വേണ്ട. അവള് കോടീശ്വരി ആയാലും അല്ലെങ്കിൽ എനിക്ക് അവളെ മതിയപ്പ. അപ്പന് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ. പക്ഷെ അവളെ മറക്കാൻ മാത്രം അപ്പ എന്നോട് പറയരുത്. എനിക്കത് പറ്റൂലപ്പാ. നീ എന്നെപ്പറ്റി എന്തോ വിചാരിച്ചു വെച്ചേക്കുന്നത്? നിന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടിയിരിക്കുന്നവനാണ്. ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ഒക്കെയാണ് എന്നും പറഞ്ഞ് നീ പറയുന്ന എല്ലാ തോന്നിയാസവും സമ്മതിച്ചു തരാൻ പറ്റില്ല. എനിക്ക് നീ കാണുന്ന ഈ മുഖം മാത്രമല്ല ഉള്ളത്, വേറൊരു മുഖം കൂടിയുണ്ട്. അത് നീ താങ്ങൂല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നാ നിനക്ക് കൊള്ളാം, കേട്ടോടാ. അപ്പ ഐ ആം സോ സോറി. ഈ ഒരു കാര്യത്തിൽ ഞാൻ അപ്പനെ ധിക്കരിക്കാതെ ഉറപ്പാ. ഇനി ദൈവം തമ്പുരാൻ മോളിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ ഹൃദയത്തിനെ വിട്ടുകളയില്ലപ്പ. ഏതു ഇത് പറഞ്ഞു തീർന്നത് സക്രിയപ്പൻ യദുവിനെ അടിക്കാൻ പോവാണ്. ഇത് കണ്ട് മേരിയമ്മ ഒന്ന് പേടിക്കുന്നുണ്ട്. സക്രിയ എന്താ ഇത്? ദേതു, മര്യാദക്ക് എത്രയും പെട്ടെന്ന് എന്റെ കൊച്ചിനെ ഈ വീട്ടിൽ കൊണ്ടുവന്നേക്കണം, കേട്ടല്ലോ? അപ്പാ എന്തു കൊപ്പ? നീ എന്റെ പെങ്കൊച്ചിനെ എങ്ങാനും കരയിച്ചാ ഉണ്ടല്ലോ മോനെ, നിന്നെ ഞാൻ എടുത്തിട്ടിരിക്കും. പിന്നെ അറിഞ്ഞില്ല പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്, കേട്ടല്ലോ? പേടിപ്പിച്ചു കളഞ്ഞില്ല മനുഷ്യ നിങ്ങള്. ഞാൻ വിചാരിച്ച നിങ്ങളുടെ മേത്ത് ഏതാണ്ട് ബാധ കയറിയെന്ന്. ചിരിക്കല്ലേ. അതല്ല മേരി, എന്നാലും ഇവൻ എന്നെ ഒരു ക്രൂരനാക്കി കളഞ്ഞല്ലോ. അവൻ നിങ്ങൾ വില്ലനായിരിക്കുമെന്ന് ഒരു മിനിറ്റ് തെറ്റിദ്ധരിച്ചു കാണും. പക്ഷെ എനിക്കല്ലേ അറിയൂ നിങ്ങൾ വില്ലനല്ല, വെറും ജോക്കറാണെന്ന്. പെണ്ണുമ്പിള്ള നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എങ്ങനെ? അല്ല, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. അതാണോ ഇവിടുത്തെ വിഷയം? അല്ലല്ലോ. നീ അത് വിട് മേരി, വിഷയം മാറ്റി. പിന്നെ ഋതു എന്നേ എന്റെ മോളായി കഴിഞ്ഞു. ഇപ്പൊ നീയാ പുറത്തുനിന്ന് വന്നത്. അപ്പാ എന്താടാ? സക്രിയെ, അത് ഞാൻ എങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അമ്മ ചുമ്മാ. അല്ല ചെറുക്കാ, നീ ഇപ്പൊ എന്തിനാ കരഞ്ഞേ? അപ്പോ ഏതു ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവള് ചിരിച്ചു കളിച്ചാ നടക്കണേ. അവൾ ഓർഫനാണെന്ന് പറഞ്ഞതുപോലും ചിരിച്ചോണ്ട. അവൾക്ക് ആരോടും പരിഭവമില്ല, പരാതിയില്ല. അവളെ ഉപേക്ഷിച്ച് പോയവരെ പോലും അവളെ ഡിഫെൻഡ് ചെയ്യാ. അവളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരാ. ബട്ട് സ്റ്റിൽ അവൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എങ്ങനെ ഒരാൾക്ക് ഇത്രയും പാവാൻ പറ്റണേ? അവള് പറഞ്ഞതെല്ലാം ഓർത്ത് എന്റെ നെഞ്ച് പൊളിയ. അപ്പൊ അനുഭവിക്കുന്ന അവളുടെ അവസ്ഥയോ എന്ത് കഷ്ടല്ലേ. ചിലരങ്ങനെയാ മോനെ, അവരുടെ സങ്കടങ്ങളെല്ലാം മനസ്സിലൊതുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു നടക്കും എന്നും പറഞ്ഞ് അവർക്ക് അതിനു മാത്രമുള്ള സങ്കടങ്ങളൊന്നും ഇല്ല എന്നല്ല അതിനർത്ഥം. അവർക്ക് അത്രയും വിൽ പവർ ഉണ്ടെന്നോ. അത് ശരിയാ, പാവം കുട്ടി. ഇത്രയും മനക്കരുത്തുള്ള ഒരാളെ ആട്ടി ഓടിച്ചു വിടുവല്ല വേണ്ടത്. ഇതിങ്ങനെ അങ്ങ് ചേർത്ത് നിർത്തണം. എന്നിട്ട് അവരുടെ കൈ പിടിച്ചിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയണം. അതല്ലേ ഹീറോയിസം. പുറത്ത് കാണിച്ചില്ലെങ്കിലും അതവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവളൊരു നല്ല നിലയിലെത്താൻ പോവല്ലടാ. നീ അതോർത്ത് അഭിമാനിക്കല്ലടാ വേണ്ടത്. അത് സത്യം അപ്പ. അല്ല, എന്നാലും നീ എന്നൊരു പണക്കൊതിയനാക്കി കളഞ്ഞല്ലോടാ മഹാഭാബി. ഒരു 10 അല്ല, ഒരു 100 ജന്മം എടുത്താലും നിനക്കും നിന്റെ ചേട്ടനും അതിന്റെ ഭാവി തലമുറയ്ക്കും തിന്നാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നെ പറ്റി നീ ഇങ്ങനെയാണല്ലേ ചിന്തിച്ചു വെച്ചേക്കണേ. നന്നായി മോനെ, വളരെ നന്നായി. അതല്ലപ്പാ, മതി, എനിക്കെല്ലാം മനസ്സിലായി. എന്നാലും അത് മോശമായിപ്പോയി. മിണ്ടാണ്ടിരിക്കും മനുഷ്യ. ഇനിയൊരു സീരിയസ് കാര്യം പറയാം. എൻ്റെ മരുമോളായിട്ടല്ല ഞാൻ അവളെ കണ്ടേക്കണം. ആദ്യം കണ്ടപ്പോഴേ എന്തോ മുൻജന്മ ബന്ധം പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ അവളെ മോളായിട്ടാ കണ്ടത്. അല്ലേ മേരി? അത് സത്യം. ഞങ്ങൾ അന്ന് പറയുകയും ചെയ്തായിരുന്നു, എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങ് കൊണ്ടുതന്നാ ഞാൻ പൊന്നോലെ നോക്കിക്കോളാം. അയ്യടി, അതെന്റെ മോളും കൂടെ തന്നെ. ഹൈക്കയുടെ മനമേ, അയ്യോ മതി. ഇനി ഇതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ തുടങ്ങണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും മോള് തന്നെ പോരെ? അങ്ങനെയാണേ ഓക്കെ. ഞാൻ റൂമിലോട്ട് പോവാ എന്ന് പറഞ്ഞ് ഇത് തിരിഞ്ഞ് നടക്കാൻ പോവാണ്. അപ്പോഴേക്ക് സക്രിയപ്പൻ, എടാ മോനെ. എന്താപ്പാ? അല്ല, നീ എന്നെ ഇങ്ങനെ അപ്പാന്ന് വിളിക്കുമ്പോ എനിക്ക് നീ വേറെ ആരെയോ പോലെ ഫീൽ ചെയ്യാ. എന്തോ ഒരു അകൽച്ച പോലെ. നീ എന്നെ പഴയതുപോലെ സക്കൂന്ന് വിളിച്ചാൽ മതി. എന്നാലേ നിന്റെ ഒരു താറ്റി ഉണ്ടാക്കാൻ ഒരു സുഖമുള്ളൂ. ഇല്ലേ നമ്മൾ സ്നേഹനിധികളായ അപ്പനും മോനും ആയി പോവൂലേ? ഏത്? അതന്നെ. തന്തപ്പടി നന്നാവാനും സമ്മതിക്കൂലല്ലേ? ഇല്ല. ഇത്രയും നാള് ഇവ അപ്പാന്ന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ട് നടന്ന മനുഷ്യനാ. ഇപ്പൊ അപ്പാന്ന് വിളിച്ചപ്പോഴാ അങ്ങനെ വിളിക്കേ വേണ്ട, സക്കൂന്ന് വിളിച്ചാ മതിന്ന്. എന്തൊരു കിളവനിത്. അങ്ങനെ തന്നെ. എനിക്ക് പല സമയത്ത് പലതും തോന്നും. നിനക്കെന്താടി? പറഞ്ഞിട്ട് കാര്യമില്ല. ബോധം വേണം, ബോധം. എന്നാ പിന്നെ ഈ ബോധം ഇല്ലാത്തന്നെ കെട്ടി എന്തിനാടി? അതെന്റെ തലയെഴുത്ത്. തുടങ്ങി. ഇനി ഇതിന്റെ പേരിൽ വീണ്ടും തുടങ്ങണ്ട. ഓക്കേ. അല്ലട കുടിച്ചാത്താ, നീ രക്ഷപ്പെട്ട്. എന്താന്ന്?
അല്ലടാ, നിനക്ക് എന്നെ പോലെ ഒരു ചൊക്രിക്കണ്ണൻ അമ്മായിപ്പനെ കിട്ടൂലല്ലോ. ഏത്? അത് തന്നെ. ദേ മനുഷ്യ, എത്ര ആണോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പനെ പറഞ്ഞ് കളിക്കില്ലെന്ന്. നിങ്ങളെ ഞാനൊന്ന് കൊല്ലും, നോക്കിക്കോ. അയ്യോ അയ്യോ മേരി, ഞാൻ ചുമ്മാ പറഞ്ഞതാടി. അതെടുത്തടിക്കല്ലടി, അതെടുത്തടിക്കില്ല. അയ്യോ ഭാര്യ പ്ലീസ് ഡി, അതെടുത്തിട്ടടിക്കില്ലടി, എന്നെ കൊല്ലല്ലേ. അയ്യോ ചത്തേ. ഇവിടെ മേരിയമ്മ സക്രിയപ്പനെ എടുത്തിട്ട് ഓട്ടിക്കാണ്. ഇത് കണ്ടിട്ട് ഇതുന്റെ മൈൻഡ് വോയിസ് ഇങ്ങനെയാണ്. ഹൃദം പറഞ്ഞത് കറക്റ്റ്. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് ഹോൾ വേൾഡ്. ഈ ഫാമിലിയിൽ വരുന്ന ഏറ്റവും ഇളയ വരുമ്പോൾ നീ തന്നെ ആയിരിക്കും എൻ്റെ ഹൃദം. നീ കൂടെ വന്നാ ഇവിടെ സ്വർഗോ. പ്ലീസ് ഒന്ന് വേഗം വരണേ. ഇനി ആർക്ക് വേണ്ടി, ഒന്നിനു വേണ്ടി നിന്നെ ഞാൻ വിട്ട് കളയാൻ പോണില്ല. ഇനി നീ കരയാൻ പാടില്ല. നീ കരയാണ്ടിരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. യു ആർ മൈൻ, ഓൺലി മൈൻ. ഐ ലവ് യു. ഫൈനലി ഐ റിയലൈസ്ഡ് ഐ ലവ് യു. ഐ ക്യാൻ ലിവ് വിതൗട്ട് യു. ടു ബി കണ്ടിന്യൂഡ്. നെക്സ്റ്റ് എപ്പിസോഡിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഗൈസ്, ഈ FF പെട്ടെന്ന് തീർക്കണോ അതോ ലാഗ് ആയാലും കുഴപ്പമില്ല, പതിയെ തീർത്താൽ മതി? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നിയർലി 1 ഇയർ, നിയർലി അല്ല 1 ഇയർ എടുത്തു ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട്. റെക്കോർഡ് ഓൾറെഡി ചെയ്ത് വച്ചിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ എപ്പിസോഡ് എഡിറ്റ് ചെയ്തിടാനായിട്ട് ഇത്രയും ലേറ്റായി. ഈ സ്റ്റോറിയുടെ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഈ എപ്പിസോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇത്രയും ലേറ്റ് ആവേണ്ടി വന്നത്. ഐ എം സോ സോറി. എനിക്കിതല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റുന്നില്ല ഗൈസ്.